നമുക്ക് സേതുവിന്റെ പല്ലിവീടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഒടുവില് ഇന്ദ്രന്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പുറത്താകുക. അപ്പൊ എന്താണെങ്കിലും ഈ ആഴ്ച അത് കാണിച്ചില്ല. വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് അത് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാരും ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. പക്ഷേങ്കില് ഇനിയാണ് ഇന്ദ്രനിട്ട് നല്ല പണി കിട്ടാനായിട്ട് പോകുന്നേ. ഒടുവില് സത്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ് പല്ലവിയോടും മയൂരിയോടും കൂടെ. അവനാണ്, സേതുവാണ് എന്റെ ജീവിതം നശിപ്പിച്ചേ. സേതു ജീവൻ നശിപ്പിച്ചുകൊണ്ട് ഞാൻ പെരുവഴിയായി പോയത്. അതുകൊണ്ടാണ് ഞാൻ പൊന്നുംപടം പിടിച്ചടക്കിയെന്നൊക്കെ. അതൊന്നും പക്ഷെ പല്ലവിക്കോ മയൂരിക്കോ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ സേതുവേണ്ണ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലാന്ന് പല്ലവി നെഞ്ചത്ത് കൈതൊട്ട് സത്യം വെച്ച് പറയണം. ഒരിക്കലും എന്റെ സേതുവേണ്ണ അങ്ങനെ ചെയ്യില്ലാന്ന്. പക്ഷെങ്കില് അതൊന്നും ലക്ഷ്മിയമ്മ വിശ്വസിച്ചില്ല. അപ്പൊ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് ഭാര്യ പറയുന്നതാ എന്നായിരുന്നു ലക്ഷ്മിയമ്മയുടെ വിചാരം. അവൻ അതല്ല, അതിലപ്പുറം ചെയ്യും. എന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്, എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ലക്ഷ്മിയമ്മ പറയുന്നത്. കാരണം എന്റെ സ്നേഹം മറ്റൊരാൾക്കും നഷ്ടപ്പെടല്. പക്ഷെ മയൂരിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ ചേട്ടന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന്. അപ്പൊ തന്നെ പെങ്ങളെ പോലെ കരുതി കൂടെ പിടിച്ച് കൂട്ടിക്കൊണ്ട് നടന്ന ഇത്രയും നാളും അതിനു വേണ്ടിയിട്ടായിരുന്നോ തന്റെ വിവാഹം മുടക്കി തന്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ നല്ല സ്വസ്ഥമായ ഒരു ജീവിതം തല്ലിക്കെടുത്തി? ഇതെല്ലാം സേതുവേട്ടന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ എന്നൊരു ചിന്തയൊക്കെ മയൂരിയുടെ മനസ്സിലും പെട്ടെന്നുണ്ടായി. പക്ഷേങ്കില് പല്ലവി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കൂട്ടാക്കില്ല. പല്ലവി പറഞ്ഞു, ദേ ഇത് സത്യമല്ല, കള്ളത്തരമാണ്. ഈ പല്ലവി അത് തെളിയിച്ചു തരുമെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് വാക്കൊടുത്തു. എന്റെ സേതുവേണ്ണ അങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ലാന്ന് ഇനി ഞാൻ തെളിയിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുവോളെന്ന് പല്ലവി പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് പല്ലവി സേതുവിനെ വിളിച്ചു. സേതുവിനെ വിളിച്ചിട്ട് സേതുവിനോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് സേതുവേണ്ണ ഒന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ സേതു വന്നു. സേതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി കാര്യങ്ങൾ പറയാണ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത്രയും ദിവസത്തെ അവരുടെ കഷ്ടപ്പാടിന്റെ ബലമാണത്. കാരണം കുറുപ്പമാനാണ് പറഞ്ഞ് എങ്ങനെയെങ്കിലും പൊന്നുമടത്തില് നിൽക്കണം, ലക്ഷ്മി അമ്മയുടെ മനസ്സിലുള്ള സത്യങ്ങൾ എന്താന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു പല്ലവിയുടെ നമ്പർ ആയിരുന്നത്. എന്താണെങ്കിലും കാര്യം ഏറ്റു. പല്ലവി ഒടുവിലെ സേതുവിനോട് ആ കാര്യങ്ങൾ പറയാണ്. സേതുവേട്ടൻ പോയി ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മയൂരിയുടെ വിവാഹം മുടക്കി. അത് മാത്രമല്ല ലക്ഷ്മിയമ്മയുടെ മോനാണ് സേതുവേട്ടൻ എന്നൊക്കെ പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അത് കേട്ടപ്പോ സേതു ആദ്യം ഒന്നും ഞെട്ടിപ്പോയി. പിന്നീട് പല്ലവി പറഞ്ഞു, എനിക്കറിയാം സേതുവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ഇതാണ് ലക്ഷ്മിയമ്മയുടെ മനസ്സിലിരിപ്പ്. ലക്ഷ്മിയമ്മയുടെ കുടുംബജീവിതം തകർത്ത സേതുവേട്ടനാണ്. സേതു തന്റെ നിരപരാധിത്വം പല്ലവിയുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. പല്ലവി പറഞ്ഞു, എനിക്കറിയാം സേതുവേട്ടാ, എന്നോട് ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എന്റെ സേതുവേട്ടനെ അറിയാലോ. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എമ്പണ്ട സേതുവേണ്ണ ചെയ്യായിരുന്നല്ലോ. സേതു പറഞ്ഞു, അതെ പല്ലവി, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ അമ്മയുടെ സ്വസ്ഥമായ ജീവിതം ഞാൻ എന്തിനു തല്ലിക്കിടത്തണം? ഇത്രയും കാലം ഇതേ ഒരമ്മയുടെ സ്നേഹം കിട്ടിയല്ല ഞാൻ വളർന്നു വന്നേ. കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല. പിന്നെ പെറ്റമ്മയെന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു താല്പര്യം എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ സ്നേഹം കുറച്ചു ദിവസം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേങ്കില് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്റെ അമ്മയുടെ ജീവിതം ഞാൻ തല്ലിക്കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സേതുവേട്ടാ. പക്ഷെ ഇങ്ങനെയാണ് അയാള് പറഞ്ഞത്. ലക്ഷ്മി അമ്മയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്, സേതുവേട്ടനാണ് ഈ വിവാഹം മുടക്കാന്നൊക്കെ. സേതു പറഞ്ഞു, അങ്ങനെയാണെ അയാളെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അയാളെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ എന്ന്. അതിനുശേഷം ശ്രീഹരിയും അതുപോലെ ഋതു അച്ചുവൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അവരും പറഞ്ഞു, ഉറപ്പായിട്ട് ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ആ വേണുഗോപാൽ തന്നെയായിരിക്കും. അയാൾക്ക് ലക്ഷ്മി അമ്മ അവിടെ നിന്ന് ഇറക്കി പറഞ്ഞായിരിക്കും. അതിനു വേണ്ടിയിട്ട് അയാൾ കണ്ടെത്തിയൊരു നാടകമായിരിക്കും ഇതെന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാനിത് കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. ഒരു കാരണവശാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ സേതു ഒരുക്കുമായിരുന്നില്ല. ഇത്രയും കാലം തനിക്ക് അമ്മയെന്ന് പറഞ്ഞ ആരും ഇല്ലായിരുന്നു. പൂർണ്ണാമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തന്റെ പെറ്റമ്മ വേണുഗോപാലിനോടൊപ്പം പോയി ജീവിക്കാനും തുടങ്ങി. പക്ഷെ ഒരിക്കൽ പോലും താൻ ജീവൻ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ തന്റെ അമ്മയാണെന്ന് പറഞ്ഞ് താൻ അങ്ങോട്ട് കയറി ചെന്നിട്ടില്ല. ഏതൊക്കെ അവസ്ഥകൾ കടന്നു പോയാലും അങ്ങോട്ട് പോയിട്ടില്ല. എന്നിട്ട് ഇപ്പോഴെങ്ങനെ ഒരു കാര്യം പറഞ്ഞ സേതുവിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സേതു പിന്നീട് രണ്ടും കൽപ്പിച്ച് വേണുഗോപാലിനെ വിളിക്കുകയാണ്. വിളിച്ച് സംസാരിക്കുകയാണ്. എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണുഗോപാലിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. ആരാണ് ഇതിന് പിന്നിൽ നിന്ന് അറിയണം. വേണുഗോപാലാണ് കളിക്കുന്നെങ്കിൽ അയാളെ കൊണ്ട് തന്നെ എന്താണെങ്കിലും ലക്ഷ്മി അമ്മയുടെ അടുത്തെത്തിച്ച് സത്യം പറയിപ്പിക്കണം. അതാണ് സേതുവിന്റെ ആഗ്രഹം. പല്ലവി അത് തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് സേതുവേട്ടാ. അയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി, ഒരു കള്ളത്തരം കാണിച്ചതെന്ന് അറിയണം. അതുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു. ഒടുവിൽ സേതു പറഞ്ഞു, ഞാൻ പോയി കാണാന്ന് പറയണം.
പല്ലവി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ സേതു പറഞ്ഞു, ഞാൻ തന്നെ പോയാൽ മതി, ഞാൻ പോയി സംസാരിക്കട്ടെ, എന്താ എങ്ങനെയാന്നൊക്കെ അറിയണമല്ലോ എന്നൊക്കെ സേതു പറയണ. അപ്പൊ സേതു ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. അയാൾ എങ്ങനെയാ എന്താന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് അയാള് ചിലപ്പം എന്തേലും ആയുധമായിട്ടായിരിക്കും തന്നെ കാത്തിരിക്കുന്ന അറിയത്തില്ല. തന്നോട് വൈരാഗ്യമില്ല അയാൾക്ക്. അതുകൊണ്ട് സേതു ഒരു ആയുധമൊക്കെ കൈ കരുതുവാണ്. ഒരു പക്ഷെ അയാളെ കുത്തി വളർത്തിയിട്ടാണെങ്കിലും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ലക്ഷ്മി അമ്മയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് സേതു വേണുഗോപാലിനെ കാണാനായിട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്നു. ഈ സമയം വേണുഗോപാലും കാത്തിരിക്കുമായിരുന്നു സേതുവിന് വേണ്ടിയിട്ട്. വേണുഗോപാല് വെറുതെ അല്ല, അവനിങ്ങോട്ടേക്ക് വരട്ടെ, തന്റെ ജീവിതം തല്ലിക്കെടുത്തിയവനാ, അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പൊ ഈ പറയുന്ന വേണുഗോപാലിന്റെ മനസ്സിലാരാ? ഇന്ദ്രനാണ്. ഇന്ദ്രൻ വേഷം മാറി സേതുമാധവനായിട്ട് തന്റെ മുന്നിൽ വന്നോണ്ടിരുന്നെന്നുള്ള കാര്യം വേണുഗോപാലിനെ അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഇന്ദ്രനാ വരുന്നേന്നോർത്ത് വേണുഗോപാല് തന്റെ തോക്കൊക്കെ എടുത്ത് രാഗിമിനിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ശൈലജ വന്നിട്ട് അതിന്റെ പേരിൽ വേണുഗോപാലിന് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അംഗീകരിക്കാനായിട്ട് വേണുഗോപാൽ കൂട്ടാക്കില്ല. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല, എന്റെ ജീവിതം നശിപ്പിച്ചവനെ ഞാൻ തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞിരിക്കുക. കുറെ സമയം കഴിഞ്ഞപ്പോ സേതുവിന്റെ വണ്ടി അങ്ങോട്ട് വന്നു. സേതു കാറിന്ന് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു തോക്കൊക്കെ ചൂണ്ടി വലിയ ആളും കളിച്ചിട്ടാണ് വേണുഗോപാൽ ഇറങ്ങി വരുന്നത്. കാരണം വെല്ലുവിളിയാ സേതു ഫോണിൽ കൂടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യണം. അവൻ ഈ മുറ്റത്ത് കയറി കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർത്ത് കളയണം. അവൻ മുറ്റത്ത് കയറി വെല്ലുവിളിക്കാൻ വരുന്ന വെറുതെ വിടാൻ പാടണ്ടോ? അതിനുള്ള മുൻകരുതലുമായിട്ടാണ് തോക്കൊക്കെ ആയിട്ട് വന്നേ. അങ്ങനെ തോക്കൊക്കെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് സേതു അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോ വേണുഗോപാലിന് ആരാ എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ സേതു അങ്ങോട്ടേക്ക് വന്നു. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് തോക്കൊക്കെ മാറ്റി. കാരണം താൻ ഉദ്ദേശിച്ച ആളല്ലെന്ന് മനസ്സിലായി. ഇത് ആരാ എന്താന്നൊക്കെ ആയി. അങ്ങനെ അങ്ങോട്ട് വന്നിരുന്നിട്ട് ചോദിച്ചു, ഇയാൾക്ക് എന്നെ മനസ്സിലായെന്ന് സേതു ചോദിക്കുകയാണ്. വേണുഗോപാല് ഒരു അമ്പലപ്പോട് ചോദിച്ചു, ആരാ നിങ്ങൾ ആരാ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ആരെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഞാനാണ് ലക്ഷ്മി അമ്മയുടെ ജീവിതം തകർത്തത്, മയൂരിയുടെ വിവാഹം മുടക്കിയത്, എന്റെ പെങ്ങളുടെ വിവാഹം മുടക്കിയത് ഞാനന്ന് നിങ്ങളല്ലേ എന്റെ അമ്മയോട് പറഞ്ഞെന്ന് ചോദിച്ചു. ഒരു നിമിഷം വേണുഗോപാൽ ചോദിച്ചു, നീയോ? അതിന് നീ ഏതാന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിന്നെ അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സേതു പറഞ്ഞു, അതാ എനിക്കും ചോദിക്കാനുള്ളേ. പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിന്റെ പേരില മാധവമേനന്റെ മകൻ സേതുവാണ് നിങ്ങളുടെ മോളുടെ വിവാഹം മുടക്കിയെന്നൊക്കെ പറഞ്ഞേ? അത് കേട്ടപ്പോ അയാൾക്ക് അത്ഭുതമായിരുന്നു. പിന്നീട് സേതു പറഞ്ഞു, ഞാൻ പൊന്നുമ്പടത്തിൽ മാധവമേനന്റെ മകൻ സേതുവാന്ന് പറഞ്ഞു. പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് അയാൾ കൂട്ടാക്കില്ല. അയാൾ പറഞ്ഞു, നീയല്ലാന്ന് പറയണ. ഒടുവില് സേതുവിന് മനസ്സിലായി എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടെന്ന്. അപ്പോഴേക്ക് ശൈലജയും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അങ്ങനെ സേതുവിനെ പിന്നീട് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ്. സേതുവിനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വേണുഗോപാല്. വേണുഗോപാല് പറഞ്ഞു, എന്റെ മോൾ മയൂരിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നാണ്. അപ്പൊ വരുന്ന വഴിക്കാണ് സേതുമാധവൻ എന്ന് പറയുന്ന ഒരാളാണ് വിവാഹം മുടക്കിയെന്നൊക്കെ പറയണേ. അത് എന്നോട് പറഞ്ഞത് ശ്രീകാന്താണ്. മയൂരി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന് വരുന്ന വഴിക്ക് മദ്യവെച്ച് ലക്ക് കിട്ടുന്നിട്ടാണ് അവരാ കാര്യം പറയണേ. അവന്റെ അമ്മയെ തിരിച്ചു വേണമെന്നൊക്കെ പറയുന്നേ. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഞാൻ അങ്ങനെ ആരുടെ മുന്നിലേക്ക് ചെന്നിട്ടില്ല. പിന്നെ ഞാന് ഇതുവരെയായിട്ട് നിങ്ങളെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ വേണുഗോപാൽ പറഞ്ഞു, ഞാനും നിങ്ങളെ ആദ്യമായിട്ടാ കാണുന്നേ. പക്ഷെ എന്റെ മുന്നിലേക്ക് സേതുവായിട്ട് വന്നേ മറ്റൊരാളാണ്, 2-3 പ്രാവശ്യം വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും കുറെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ സേതുവിനുണ്ടായി. പിന്നീട് സേതു വെച്ചു, അത് ആരാ എന്താന്നൊക്കെ ചോദിക്കണം. പക്ഷെ അയാളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ലല്ലോ വേണുഗോപാലിന്റെ. പിന്നീട് സേതുവിന് സംശയമായി, ഇനിയിപ്പൊ തനിക്ക് ശത്രു എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ മാത്രമേ ഉള്ളൂ, അവനെ ഇത്ര നെറുകെട്ട പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. പിന്നീട് ഇന്ദ്രന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ഇതാണോ എന്ന് ചോദിച്ചു. അതെ, ഇത് തന്നെയാന്ന് പറയണ. സേതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. സേതു പറഞ്ഞു, ഇതെന്റെ പെങ്ങളുടെ ഭർത്താവാണ്, ഞങ്ങളുടെ കുടുംബം തല്ലി തകർക്കാൻ നടക്കുന്നവനാണ് ഇവനാണ്. അപ്പം ഈ കുടുംബം 2 കുടുംബങ്ങൾ തല്ലിക്കെടുത്താൻ ശ്രമിച്ചേ. ഇവന് കുറച്ച് സൈക്കോയാന്ന് പറയണം. അത് കേട്ടപ്പോ വേണുഗോപാലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് സേതു പറഞ്ഞു, നിങ്ങൾ കാരണം ഒരു കുടുംബം തന്നെ പെരുവഴിയിലായിരിക്കുന്ന അറിയാവോ? എന്നോടുള്ള പക മൂലം ലക്ഷ്മിയമ്മ പൊന്നുമടത്തിന്ന് പൂർണ്ണാമ്മയെ മക്കളെ എല്ലാം ഇറക്കി വിട്ടു. അറിയാലോ, കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ. അത് കേട്ടുകഴിഞ്ഞപ്പോ വേണുഗോപാല് പറഞ്ഞു, അത് പിന്നെ എനിക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയാന്ന് പറയാം. അത് ശരിയായിരിക്കും, പക്ഷേ എങ്കില് പൂർണ്ണാമ്മയുടെ മക്കളുടെ കാര്യമൊന്നും ഓർത്തു വെക്കേ, ഒരു തെറ്റും ചെയ്യാതെയാണ് അവര് പെരുവഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. ഒടുവില് സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനൊട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. വേണുഗോപാല് പറഞ്ഞു, എന്നെ വഞ്ചിച്ചവൻ അവന്. അത് മാത്രമല്ല, എന്നെ വന്ന് വെല്ലുവിളിച്ചു, എന്നെ തലക്കിട്ടടിച്ചിട്ട് പോയവനാ. അവനെ ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നീട് വേണുഗോപാല് പറഞ്ഞു, ഞാൻ വരാം ലക്ഷ്മിയുടെ അടുത്ത്, ഞാൻ വന്നിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞു.
അങ്ങനെ അവര് പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് സേതു പല്ലവിയെ വിളിച്ചു. പല്ലവിയെ വിളിച്ചിട്ട് പല്ലവിയോട് കാര്യങ്ങൾ പറയാണ്. നീ ഒരു കാര്യം ചെയ്യാം, ഋതുവിനെ, അച്ഛനെ, ശ്രീഹരിയെ, ഇന്ദ്രനെ കൂട്ടി പൊന്നുമടത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി വെച്ച് എന്താ സേതു ഏട്ടാ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സേതു പറഞ്ഞു കാര്യമൊക്കെ ഉണ്ട്, പിന്നെ ഇന്ദ്രനെ മറക്കാതെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അല്ല ഇന്ദ്രനെ അവനെ എന്തിനെ വിളിച്ചോണ്ട് വരുന്നതെന്ന് ചോദിച്ചു. പൊന്നുമടത്തിലേക്ക് തിരിച്ചു കയറാനാന്ന് പറഞ്ഞാൽ മതി, ലക്ഷ്മി അമ്മ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അപ്പോൾ അവൻ എന്താണെങ്കിലും വന്നോളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീഹരിയോടും അച്ഛനോടും ഋതുവിനോടൊക്കെ പോയി കാര്യങ്ങൾ പറയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണോ, നമ്മളൊന്നും വിചാരിച്ചാലും നടക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എന്താണെങ്കിലും സേതുവേട്ടൻ രണ്ടും തീരുമാനിച്ച ഞങ്ങളൊക്കെ പോകുമെന്ന് പറയണം. അപ്പൊ ഇന്ദ്രന് പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലോ. പക്ഷെ ഈ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും ഇന്ദ്രനോട്ട് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവില് ഇന്ദ്രനും വലിയ സന്തോഷത്തോട് ചെല്ലുക. അവിടെ നടക്കുന്ന അംഗം കാണാലോ എന്ന് ഓർത്തിട്ട് അവിടെ അടി നടക്കും, ഉറപ്പായിട്ടും അത് കാണാലോ. പോലീസിനെയൊക്കെ വിളിക്കുമായിരിക്കും, പോലീസുകാരെ ഒന്ന് വീണ്ടും ഇവരെയൊക്കെ ഇറക്കി വിടും. ആ ഒരു രംഗം കാണാൻ സന്തോഷത്തോട് വിട്ടാണ് ഇന്ദ്രൻ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ഇന്ദ്രനും അച്ചൂർ ഇതും എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും സേതുവും കൂടെ അങ്ങോട്ട് വന്നു. ഈ സമയത്ത് വേണുഗോപാൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ പ്ലാൻ എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും സേതു പറഞ്ഞു പ്ലാൻ എന്താന്ന് ചോദിച്ചാൽ ഇന്ന് മുതൽ ഇവിടെ പൊന്നുമടത്തിലായിരിക്കും ഞങ്ങൾ താമസിക്കണമെന്ന് പറയണം. ആഹാ അത് കൊള്ളാം, അതിനിവിടെയുള്ള ലക്ഷ്മിമാരെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടെന്ന് ചോദിച്ചു. സമ്മതിച്ചില്ല, സമ്മതിപ്പിക്കണോന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ലക്ഷ്മിയമ്മ മൂർത്തിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഈ സമയത്ത് ഇന്ദ്രൻ വലിയ ആളുകൾ വെച്ചിട്ട് എന്ത് പറഞ്ഞു, അതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ഇറക്കി വിടാനോ, അതിനെന്താണെങ്കിലും നീയൊക്കെ ഒരു ജന്മം കൂടെ ജനിക്കണമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറഞ്ഞു എന്താണെങ്കിലും ഞങ്ങൾ രണ്ടും തീരുമാനിച്ചാ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് പോലീസിനെ വിളിക്കണമെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറയാ, അതാണല്ലോ ഇന്ദ്രന്റെ ആവശ്യം. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് വേറൊരു കാറും കൂടെ വന്നിരിക്കുന്നേ, അതിനകത്ത് വേണുഗോപാലം കൂടെ ഇറങ്ങുവാണ്. വേണുഗോപാലിനെ കണ്ടതും ഇന്ദ്രന്റെ മുഖത്തൊരു പതർച്ചയുണ്ടായി. പണി പാളിയോന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ വേണുഗോപാൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ വേണുഗോപാലിനെ നോക്കണം. വേണുവണ്ടി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ആ സമയത്ത് ഇന്ദ്രന് തോന്നി താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് പണി കിട്ടുമോന്നൊരു സംശയമുണ്ട്. ഇനി ഇവരെല്ലാം ഒന്നായോ, തന്റെ കള്ളത്തിലൂടെ പൊളിയോലോ എന്നൊരു ചിന്തയുണ്ട്. ഈ സമയം സേതു ഇന്ദ്രനെ നോക്കി. ഇന്ദ്രനാണ് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയെ. ഇന്ദ്രൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പത്തിന് സേതു നീ എങ്ങോട്ടാ പോകുന്നത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇന്ദ്രനെ അവിടെ പിടിച്ചു നിർത്തുവാണ്. പിന്നീടാണ് വേണുഗോപാൽ എന്നിട്ട് ലക്ഷ്മിയമ്മയോട് കാര്യം പറയണേ. അതെ ഈ നിൽക്കുന്ന സേതു അല്ല എന്നോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മയൂരിയുടെ കല്യാണം മുടക്കിയത് സേതു അല്ല, ഈ നിൽക്കുന്ന സേതു അല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു പിന്നെ ആരാന്ന് ചോദിക്കണം. ദേ ഈ നിൽക്കുന്നവനാ ഇന്ദ്രനാന്ന് പറയണം. അപ്പോഴേക്ക് ഇന്ദ്രൻ ചാടി പറഞ്ഞു ഞാനൊന്നും അല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഋതു അച്ചും പല്ലവിയൊക്കെ ആ കാര്യങ്ങൾ അറിയുന്നത്. അവര് പോലും അന്തം വിട്ടുപോയി. ആ സമയത്ത് ഉള്ള സത്യങ്ങളൊക്കെ വേണുഗോപാൽ തുറന്നു പറയണം. ഇവനാണ് ചതിച്ചത്, ഇവരാണ് സേതുവിന്റെ വേഷം കെട്ടി വന്നത്. സേതുവിന്റെ വേഷം കെട്ടി ശ്രീകാന്തിന്റെ അടുത്ത് പോയി കളത്തരങ്ങളൊക്കെ പറഞ്ഞത്. അത് മാത്രമല്ല എന്റെ തലയടിച്ചു പൊട്ടിച്ച് നിന്നെ കാണാനായിട്ട് വന്നെന്ന്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവൻ എന്റെ തല തല്ലി പൊളിച്ചെന്ന് പറയണം. ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അത് ഈ നിൽക്കുന്ന സേതു വന്നാ, പക്ഷെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് സേതുവിനെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഇതൊന്നും വിശ്വസിക്കരുത്, ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള നാടകമാണ്. ദേ ലക്ഷ്മി അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നാടകമാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പാഞ്ഞങ്ങോട്ട് ചെല്ലുവാണ്. പാഞ്ഞിട്ട് അവന്റെ കാരണത്തിന്റെ രണ്ടെണ്ണം കൂടെ പൊട്ടിക്കണം. എന്നിട്ട് ഇനിയും നിനക്ക് കളിക്കണോ അല്ലാടാന്ന് ചോദിച്ചോണ്ട് പിന്നീട് പോതിരെ തല്ലുവാണ്. ഇന്ദ്രനെ എടുത്തിട്ട് ശ്രീഹരി വേണുഗോപാൽ എല്ലാരും കൂടെ ചേർന്നിട്ട് ഒടുവില് ഇന്ദ്രനെ സമ്മതിക്കേണ്ടി വന്നു. താനാണ് ക്രൂരകൃത്യം ചെയ്തെന്നുള്ള കാര്യം ലക്ഷ്മിയമ്മയുടെ മുന്നിൽ അവൻ സമ്മതിക്കണം. എന്തിനു വേണ്ടിയിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇട്ടിഞ്ഞപ്പോ ലക്ഷ്മിയമ്മയ്ക്കൊക്കെ നല്ല ദേഷ്യമായിരുന്നു. ആ സമയം ഇന്ദ്രന് മനസ്സിലായി ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാണെങ്കിൽ വേറെ മാർഗമില്ലെന്ന്. പിന്നെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഇന്ദ്രന് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടങ്ങ് ചെല്ലുവാണ്. ചെന്നിട്ട് എളിയിലിരുന്ന് കത്തിയെടുത്ത് ലക്ഷ്മിയമ്മയുടെ കഴുത്തിന് വെക്കുവാണ്. എന്റെ അടുത്തേക്ക് ഒറ്റയാണോ അടുത്ത് പോയിട്ടാണ് ഇവരെ ഞാൻ തീർക്കുമെന്ന് പറയണം. അവനിനി ഒന്നും നോക്കാനില്ല. കാരണം അവന് അകത്ത് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇന്ദ്രൻ നിൽക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം എല്ലാരും കൂടെ പതറിപ്പോയി. വേണുഗോപാൽ വരെ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ആ സമയത്ത് സേതു എന്ത് ചെയ്തു, സേതു ഞങ്ങോട്ട് ചെന്നു. ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ഇന്ദ്രൻ ഒറ്റ തൊഴിയായിരുന്നു. അവൻ ആ സൈഡിലേക്ക് വീണു.
പിന്നെ അവനെ എടുത്തിട്ട് വീണ്ടും അടിക്കുവാണ്. നല്ല രീതിയിൽ തന്നെ അവനെ കൊല്ലാക്കൊല ചെയ്യുവാണ്. വീണ്ടും ലക്ഷ്മി അമ്മയുടെ ജീവിതം രക്ഷിച്ച സേതുവാണ്. കാരണം ഇതിനു മുമ്പ് 2 തവണ രക്ഷിച്ചിട്ടുണ്ട്. വീണ്ടും 3-ാം തവണ രക്ഷിക്കുകയാണ്. ഒടുവില് സേതുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ട ഗതികേടുണ്ടാവുന്നുണ്ട് ലക്ഷ്മി അമ്മയ്ക്ക്. താൻ ചെയ്ത എത്ര വലിയ തെറ്റാണ്. താനാണ് ശരിയെന്ന് കരുതിയിരുന്ന ലക്ഷ്മി അമ്മയ്ക്ക് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് കാത്തിരുന്ന് ഈ വിശേഷം കാണാനായിരുന്നു കേട്ടോ. എന്നാലും ഈ ആഴ്ച കാണിച്ചിട്ടില്ല. അടുത്ത ആഴ്ച ഉറപ്പായിട്ടും കാണുമായിരിക്കും കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചിന്ത ഉണ്ടായിരിക്കും, ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ വന്ന് പറഞ്ഞല്ലേന്ന്. അപ്പൊ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ഇത് തന്നെ കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നേ. ഇനി എന്താണെങ്കിലും വരാൻ പോകുന്ന ആഴ്ച ഈ കഥകളൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പൊ കുറച്ച് ദിവസം കൂടെ നീട്ടിയെന്നേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ ഈ വിശേഷം കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.